നമുക്കെല്ലാവർക്കും ഓരോ കുടുംബങ്ങളുണ്ട് അല്ലേ? ഓരോരുത്തരും ഓരോ ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഒരു ഫാമിലിയിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടാവും അല്ലേ? കുട്ടികളുണ്ടാവും, പ്രായമായവരുണ്ടാവും, കല്യാണം കഴിഞ്ഞവരുണ്ടാവും, കല്യാണം കഴിയാത്തവരുണ്ടാവും. കുടുംബം എന്ന് പറഞ്ഞ വാക്കിൻ്റെ തന്നെ അർത്ഥം കൂടിച്ചേരുമ്പോൾ ഇമ്പമുണ്ടാവുന്നത് എന്നത്ര. അത് സത്യമാണ് കേട്ടോ. ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുകൂടുമ്പോഴുള്ള ആ ഒരു മൊമെൻറ്റ്സ്, നമ്മളെല്ലാ ടെൻഷനും മറന്ന് ചിരിച്ച് കളിച്ച് നല്ല നല്ല മൊമെൻറ്റ്സാണ് നമുക്കപ്പോൾ കിട്ടുക അല്ലേ? പണ്ട് ഞാൻ UAE വരുന്ന സമയത്ത് എനിക്കങ്ങനെ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഒക്കെ കസിൻ ബ്രദേഴ്സായിരുന്നു, ഗേൾസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അവരുടെയൊക്കെ മാരേജ് കഴിഞ്ഞ് ഇപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ UAE ഈ ലൈഫ് തന്നെ എൻജോയ് ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് മിക്ക വീക്കെൻഡ്സും ഞങ്ങളെല്ലാവരും ഒത്തുകൂടാറുണ്ട്. കളിയും ചിരിയും തമാശയും പിന്നെ ഫുഡടിയും എല്ലാം കൂടി ആയിട്ട് നല്ല വൈബാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ഒത്തുകൂടി അങ്ങനെയാണല്ലോ, ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞാലും തീരൂല. അടുത്ത വീക്കെൻഡ് വരേക്കുള്ളത് ഉണ്ടാവും. പിന്നെ അതിനുള്ള ചർച്ചയായി ഇനി നെക്സ്റ്റ് വീക്കെൻഡ് എവിടെ കൂടണം, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ വീക്കെൻഡ്സ് ഒന്നും വെറുതെ കളയാറില്ല. ഞങ്ങൾ അധികവും സാറ്റർഡേ ഈവനിങ് ആണ് കേട്ടോ ഇങ്ങനെ കൂടാറ്. കാരണം സൺഡേ ആവുമ്പോൾ എല്ലാവർക്കും ഹറിബറി ആവും. കാരണം നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് സ്കൂളും ഓഫീസൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലാവുമല്ലോ. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത ഒരു വീക്കെൻഡ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.